Good morning, dear students. നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളതാണ്. സ്കൂളിൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ഫിസിക്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താ സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ? സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ചാർജ്. രണ്ട് തരത്തിലുള്ള ചാർജസ് ഉണ്ട്. ചില ചാർജസ് ചില ഒബ്ജക്റ്റുകളിൽ, പ്രത്യേകിച്ച് ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ അവ ഫ്ലോ ചെയ്യില്ല, അതവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പം അങ്ങനെയുള്ള ചാർജസ് ആണ് സ്റ്റാറ്റിക് ചാർജസ്. ഈ സ്റ്റാറ്റിക് ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇനി മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ചാർജസ് ഉണ്ടല്ലേ കണ്ടക്ടേഴ്സിലൊക്കെ. അപ്പം അങ്ങനെ ചാർജിൻ്റെ ഫ്ലോയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഫ്ലോയിങ് ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച്, അതിനെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതുപോലെ സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രിക്ഷണൽ മെത്തേഡ് വഴിയാണ്. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് റോഡ് ഒരു സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഗ്ലാസ് റോഡ് ചെറിയ പേപ്പർ പീസസിലൊക്കെ കാണിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് റോഡ് ആ പേപ്പർ പീസുകളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിന് കാരണം ഗ്ലാസ് റോഡിന് ചാർജ് കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള സിമ്പിളായ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലേ, നമ്മുടെ സ്കിന്നിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ ഉപയോഗിച്ച് റബ്ബ് ചെയ്തിട്ട് ആ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ചെറിയ പേപ്പർ പീസുകളുടെ മേളിലൊക്കെ കാണിച്ചാൽ അത് ആ സ്കെയിലിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മറ്റു വസ്തുക്കളെ, ചെറിയ വസ്തുക്കളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഗ്ലാസ് റോഡിന് അല്ലെങ്കിൽ സ്കെയിലിന് സാധിക്കുന്നത് അവർക്ക് ചാർജ് കിട്ടിയത് കൊണ്ടാണ്. ഈ ചാർജിങ് എങ്ങനെയാണ് കിട്ടിയത്, എപ്പോഴാണ് കിട്ടിയത്? നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സർഫസുമായിട്ട്, ഇപ്പം ഗ്ലാസ്സാണ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തു, പ്ലാസ്റ്റിക് സ്കെയിൽ നമ്മുടെ സ്കിന്നുമായിട്ട് റബ്ബ് ചെയ്തപ്പോഴൊക്കെയാണ് അവയ്ക്ക് ഈ മറ്റു വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയത്, അല്ലെങ്കിൽ അവയിൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഈ ചെറിയൊരു ചാർജിങ് എഫക്റ്റ് അത് പണ്ട് കാലത്ത് 600 BC തൊട്ടേ ആളുകൾ മനസ്സിലാക്കിയിരുന്നു. ആംബർ എന്ന ഒബ്ജക്റ്റ്, ആംബർ എന്ന് പറഞ്ഞാൽ ചില മരങ്ങളുടെയൊക്കെ ഒരു റെസിനാണ്. അപ്പോൾ ട്രീ റെസിൻ ആണ് ആംബർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ആംബർ എന്ന ഒബ്ജക്റ്റ് ക്ലോത്തുമായിട്ടൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്ന് ഗ്രീക്ക് സയൻറ്റിസ്റ്റുകൾ അല്ലെ ഗ്രീക്ക് ഫിലോസഫേഴ്സൊക്കെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ആംബർ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വേർഡാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന വാക്കിൽ നിന്നാണ് പിന്നീട് ഇലക്ട്രിസിറ്റി എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തതൊക്കെ. പിന്നീട് 1600 വില്യം ഗിൽബർട്ട് പോലുള്ള ഫിലോസഫേഴ്സ് ഗ്ലാസ്, എബണൈറ്റ്, പ്ലാസ്റ്റിക് ഇങ്ങനെയൊക്കെയുള്ള ഒബ്ജക്റ്റുകൾ സ്യൂട്ടബിൾ പെയർ ഓഫ് മറ്റ് ഒബ്ജക്ട്സുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവയ്ക്കും ഇതുപോലുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നു എന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഫ്രിക്ഷൻ വഴിയുള്ള ഒരു ചാർജിങ് ആണ് ഒബ്ജക്ട്സിൻ്റെ. അപ്പം ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുന്ന ആ ചാർജ് ആ ഒബ്ജക്റ്റുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, അത് ഫ്ലോ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എബണൈറ്റ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ഇൻസുലേറ്റേഴ്സാണ്, അതിൽ കൂടി ചാർജിന് ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവ അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുക. ഈ സ്റ്റാറ്റിക് ചാർജ് ഉണ്ടാകുന്ന മറ്റ് സന്ദർഭങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ പലതിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള എയർ, നല്ല ചൂടുള്ള ഒരു ദിവസം, നല്ല ഉണങ്ങിയിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കോമ്പ് ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, ചീകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ ചെറിയ സ്പാർക്കൊക്കെ ഉണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ ചെറിയ ക്രാക്ലിംഗ് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെയും ആ ഒരു പ്ലാസ്റ്റിക് കോമ്പ് നമ്മുടെ ഡ്രൈ എയറിൽ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫിനോമിനനാണ് നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ചാർജസ് ചിലപ്പോഴൊക്കെ സഡനായിട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഡിസ്ചാർജിങ് നടക്കുമ്പോഴാണ് ഫ്ലാഷസും ക്രാക്ലിംഗ് സൗണ്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നത്.
അതുപോലെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ് നല്ല ടാങ്കർ ലോറികൾ, വലിയ ടാങ്കർ ലോറികളൊക്കെ പോകുമ്പോൾ അവിടെ സർഫസിൽ നിന്നും മെറ്റാലിക് ചെയിൻസ് സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? അപ്പോൾ ഈ ലോറി ഓടുമ്പോൾ അവയുടെ ടയറും റോഡും തമ്മിൽ ഫ്രിക്ഷനുണ്ട്. അതുപോലെ വണ്ടിയുടെ ബോഡി പാർട്സ് വെയറും തമ്മിലൊക്കെ ഫ്രിക്ഷൻ വഴി ഇതിനകത്ത് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അങ്ങനെ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അവിടെ സ്റ്റോർ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജിങ് ഉണ്ടായി, ഫ്ലാഷസ് ഉണ്ടായി, ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള പെട്രോളിയൊക്കെ പോലുള്ള അതിൽ കൊണ്ടുപോകുന്ന ഒബ്ജക്റ്റുകൾക്ക് തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന ചാർജ് അപ്പോൾ ഫ്ലോ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോങ് മെറ്റാലിക് ചെയിൻസ് അവയുടെ സർഫസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇട്ടിരിക്കുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ മഴയുണ്ടാകുമ്പോൾ ഇടിമിന്നലുണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് സംഭവിക്കുക? ക്ലൗഡുകൾ ഒന്നിൻ്റെ മേളിൽ ഒന്നിൽ തെന്നി മാറുന്ന സമയത്ത് ഫ്രിക്ഷൻ വഴി അവിടെ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജസ് സ്റ്റോർ ചെയ്യപ്പെടുകയും പിന്നെ ചിലപ്പോഴൊക്കെ അവ സഡനായിട്ട് ഡിസ്ചാർജിങ് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ സഡൻ ഡിസ്ചാർജാണ് ലൈറ്റ്നിങ്ങിൽ കലാശിക്കുക. ലൈറ്റ്നിങ്ങും തണ്ടറുമൊക്കെ ഉണ്ടാകുന്നത് ഈ സഡൻ ഡിസ്ചാർജിൻ്റെ ഫലമായിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഫ്രിക്ഷൻ വഴിയുള്ള ചാർജിങ് ആണ്. ചിലപ്പോൾ ചാർജസ് ഡിസ്ചാർജ് ചെയ്യപ്പെടുക, അപ്പോൾ ഫ്ലാഷസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നു. ഇനി സ്റ്റോർ ചെയ്യുന്ന ചാർജ് അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കാതെ വിടാനായിട്ട് നമുക്ക് മെറ്റാലിക് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് വയേഴ്സൊക്കെ യൂസ് ചെയ്ത് അവയെ എർത്ത് ചെയ്ത് കളയാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതുപോലെ ഫ്രിക്ഷൻ വഴി എങ്ങനെയാണ് ഒബ്ജക്ട്സ് ചാർജ് ചെയ്യപ്പെടുന്നത് എന്നുമൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം ഫ്രിക്ഷൻ വഴി ഇപ്പോൾ നമ്മൾ കണ്ടു ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് കിട്ടും. എങ്ങനെയാണ് അത് സംഭവിക്കുക? ഇവിടെ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത, ഗ്ലാസിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് അവയുടെ ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ബൗണ്ടായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം സിൽക്കിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം അവയുടെ ന്യൂക്ലിയസുമായിട്ട് ടൈറ്റ്ലി ബൗണ്ടായിരിക്കും. അപ്പം അങ്ങനെ ലൂസ്ലി ബൗണ്ടായിട്ട് ഇലക്ട്രോൺ ഉള്ള ഒരു ഒബ്ജക്റ്റ് ടൈറ്റ്ലി ബൗണ്ടായിട്ട് ഇലക്ട്രോൺസ് ഉള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ലൂസ്ലി ബൗണ്ടായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണുകൾ ടൈറ്റ്ലി ബൗണ്ടായിട്ടുള്ള മറ്റേ ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണുകളുടെ ഒരു ട്രാൻസ്ഫർ വഴിയാണ് യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റുകൾ ചാർജ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സിൽക്കിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണുകൾ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണുകൾ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഗ്ലാസ്സിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അതേസമയം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സിൽക്ക് നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രിക്ഷൻ വഴിയുള്ള ചാർജിങ്ങിൽ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ ആണെങ്കിലും ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ സ്കിന്നും പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ സ്കിന്നിൽ നിന്ന് ഇലക്ട്രോൺസ് പ്ലാസ്റ്റിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജും സ്കിന്നിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഇതുപോലെ ആംബർ ഫറുമായിട്ട് റബ്ബ് ചെയ്യുമ്പോഴും ആംബറിന് നെഗറ്റീവ് ചാർജും ഫറിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അപ്പോൾ ഫറിൽ നിന്ന് ഇലക്ട്രോൺ ആംബറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇലക്ട്രോണുകളുടെ ഒരു ട്രാൻസ്ഫർ മൂലമാണ് ഒബ്ജക്റ്റുകൾ ചാർജ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ റബ്ബിങ്ങിന് മുമ്പ് ഈ രണ്ട് ഒബ്ജക്ട്സും ന്യൂട്രലാണ്. രണ്ട് ഒബ്ജക്ട്സിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം സെയിം ആണ്. അപ്പോൾ അങ്ങനെ ന്യൂട്രലായ രണ്ട് ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്. റബ്ബ് ചെയ്യുന്ന സമയത്താണ് ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത ഒബ്ജക്റ്റിലേക്ക് നടക്കുക. ഇപ്പോൾ സിൽക്കും ഗ്ലാസ് റോഡുമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടു ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് സിൽക്ക് നെഗറ്റീവായിട്ടും ഗ്ലാസ് റോഡ് പോസിറ്റീവായിട്ടും ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഡ്യൂറിങ് റബ്ബിംഗ് ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ബോഡി ടു അനദർ. The body which loses electron becomes positively charged
and the body that gains electron becomes negatively charged. ഇതാണ് ഫ്രിക്ഷൻ വഴിയുള്ള ചാർജിങ്ങിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. അടുത്തതായിട്ട് നമുക്ക് ഈ ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഇലക്ട്രിക് ചാർജസ് ഇപ്പോൾ നമ്മൾ കണ്ടു, സിൽക്കിന് കിട്ടുന്നത് നെഗറ്റീവ് ചാർജും ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജുമാണ്. സോ ദെയർ ആർ 2 types ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഇവിടെ നമ്മളൊരു ഗ്ലാസ് റോഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജഡ്. അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജഡ് ആയ മറ്റൊരു ഗ്ലാസ് റോഡ് ഈ സസ്പെൻഡഡ് ആയ ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് വന്നാൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്ത റബ്ബർ റോഡിനടുത്തേക്ക് മറ്റൊരു നെഗറ്റീവ് ചാർജുള്ള റബ്ബർ റോഡ് കൊണ്ടുവന്നാൽ അവ തമ്മിലും റിപ്പൽ ചെയ്യുന്നു. പക്ഷേ ഒരു പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡിനടുത്തേക്ക് നെഗറ്റീവ് ചാർജുള്ള റബ്ബർ റോഡാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവ തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാം. സോ ദർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ചാർജസ്. ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത നമ്മളിവിടെ കണ്ടു. ഒരേ തരത്തിലുള്ള ചാർജസ് ആണെങ്കിൽ റിപ്പൾഷനും, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷനുമാണ്. സോ ദർ ആർ 2 types ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. പിന്നെ നമ്മൾ കണ്ടു ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, നമ്മൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് 2 ഒബ്ജക്റ്റുകളും ന്യൂട്രലായിരുന്നു. 2 ഒബ്ജക്റ്റിൻ്റെയും ചാർജ് 0 ആയിരുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജും 0 ആണ്. പക്ഷെ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് 3 ഇലക്ട്രോൺസാണ് സിൽക്കിലേക്ക് കൈമാറിയെന്ന് വിചാരിക്കാം. സിൽക്കിന് 3 ഇലക്ട്രോണുകളുടേതിന് തുല്യമായ നെഗറ്റീവ് ചാർജും ഗ്ലാസ്സിന് അതിന് തുല്യമായ പോസിറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ -3യും +3യോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെയാണ്. ദാറ്റ് മീൻസ് ദ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ചാർജസ് ഈസ് നോട്ട് ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ആൻഡ് ടോട്ടൽ ചാർജ് ഓഫ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചാർജ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ചാർജ് പുതിയതായിട്ടുണ്ടാകുന്നു എന്നല്ല, പകരം ചാർജിൻ്റെ ഒരു ട്രാൻസ്ഫർ മാത്രമാണ് അവിടെ സംഭവിക്കുക. പുതിയതായിട്ട് ചാർജ് ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ചാർജ് നഷ്ടപ്പെടുന്നുമില്ല. ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദർ ഈസ് ഓൺലി എ ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഫ്രം വൺ ബോഡി ടു അതർ ബോഡി ആൻഡ് ദിസ് ഈസ് നോൺ ആസ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതാണ് ചാർജിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. അടുത്തതായിട്ട് നമ്മളിവിടെ കണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞു ഗ്ലാസ്സിൽ നിന്ന് 3 ഇലക്ട്രോൺസാണ് സിൽക്കിലേക്ക് മാറിയത്. അപ്പോൾ സിൽക്കിന് 3 ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജും ഗ്ലാസ്സിന് 3 ഇലക്ട്രോണുകളുടെ പോസിറ്റീവ് ചാർജുമാണ് കിട്ടിയത്. ഇനി 5 ഇലക്ട്രോൺസാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ഇവിടെ -5 ഇലക്ട്രോണുകളുടെ ചാർജും ഇവിടെ പോസിറ്റീവ് 5 ഇലക്ട്രോണുകളുടെ ചാർജുമായാണ്. ഒരു 21 ഇലക്ട്രോൺസ് ആയിരുന്നെങ്കിൽ അത് -21e എന്നുള്ളൊരു ചാർജ് സിൽക്കിനും +21 ഇൻറ്റു സ്മോൾ ഇ എന്നൊരു ചാർജ് ഗ്ലാസ്സിനും കിട്ടിയേനെ. ഇവിടെ സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ വഴിയാണ് ചാർജ് ഉണ്ടാകുന്നത് ഒബ്ജക്റ്റുകൾക്ക്. നമുക്കറിയാം ഇലക്ട്രോണിനെ നമുക്ക് കട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. 0.5 ഇലക്ട്രോണായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 0.1 ഇലക്ട്രോണായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണിനെ നമുക്ക് ഇൻറ്റിജർ നമ്പേഴ്സായിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ +3 അല്ലെങ്കിൽ -3 ആണ് ചാർജ്. 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ -8 അല്ലെങ്കിൽ +8 ആണ് ഒബ്ജക്റ്റുകളുടെ ചാർജ്. അപ്പോൾ n ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ കിട്ടിയ ഒബ്ജക്റ്റിന് -n ഇൻറ്റു ഇയും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഒബ്ജക്റ്റിൻ്റെ ചാർജ് +n ഇൻറ്റു ഇയും ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണുകളെ നമുക്ക് ഇൻറ്റിജർ നമ്പേഴ്സായിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ചാർജ് ഓഫ് എനി ബോഡി will be equal to an integer multiple of the charge of an electron. This rule is called the quantization of electric charge. ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ചാർജ് ഓഫ് എനി ബോഡി Q is equal to ±n into E, where n is number of electrons transferred and small e is the charge of an electron, that is 1.6 into 10⁻⁻19 coulomb.
അതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ കണ്ടതുണ്ട്, ഇനി ഒന്ന് രണ്ടെണ്ണം പറയാത്തതുമുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞോളാം. ഒന്ന് നമ്മൾ ആദ്യം കണ്ടു, ദർ ആർ 2 types ഓഫ് ചാർജസ്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അടുത്തത് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ദർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷൻ ബിറ്റ്വീൻ ചാർജസ് ആൻഡ് ദ നേച്ചർ ഓഫ് ഫോഴ്സ് ഈസ് a repulsive force between like charges and an attractive force between unlike charges. മൂന്നാമത് നമ്മൾ പറയാത്തൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ പല ഭാഗത്ത് ചാർജ് ചെയ്യാം, അതിൻ്റെ പല പോർഷൻസിൽ നമുക്ക് റബ്ബ് ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ചാർജ് ആ പോർഷനിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പല ഭാഗത്ത് ചാർജുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ പല സ്ഥലങ്ങളിലുള്ള ചാർജുകളുടെ സമ്മിന് തുല്യമായിരിക്കും. ഇപ്പോൾ ചാർജിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി കാണണമെങ്കിൽ പല സ്ഥലത്തുള്ള ചാർജുകളുടെ ഓൾജിബ്രിക് സം എടുത്താൽ മതി. ഇതാണ് മൂന്നാമതൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് ഈസ് അഡിറ്റീവ് ആൻഡ് ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ ഓൾജിബ്രിക് സം ഓഫ് ചാർജസ് ഓൺ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അടുത്ത നമ്മൾ കണ്ട പ്രോപ്പർട്ടി തന്നെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ദ ചാർജ് ഓഫ് എനി ബോഡി ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE, where N is number of electrons transferred and E is the charge of an electron. ഈ വാല്യൂ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19 കുളും ആണ്. അതുപോലെ ഇക്വേഷനും പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി എക്സാമിനൊക്കെ നമുക്കിത് വെച്ച് ചെറിയ പ്രോബ്ലമൊക്കെ വരാം. ഇത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ചാർജ് എത്രയാണ്, അങ്ങനെ ചാർജ് കാണാൻ ചോദിക്കാം. അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റുകളുടെ ചാർജ് തന്നിട്ട് അവിടെ എത്ര ഇലക്ട്രോൺസാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസാണ് ഗെയിൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മൾ N കാണണം. N കാണാൻ Q/E ചെയ്താൽ മതി. അവിടെ Q എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ചാർജാണ്, അത് തന്നിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം, ശ്രദ്ധിക്കാം. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് തന്നെയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആൻഡ് ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത് കൂടാതെ നമുക്കൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്, ദർ ഈസ് നോ റിലേറ്റിവിസ്റ്റിക് ചേഞ്ച് ഓഫ് ചാർജ്. എന്താണ് റിലേറ്റിവിസ്റ്റിക് ചേഞ്ച് എന്ന്? നിങ്ങൾ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിസ്റ്റിക് തിയറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിസ്റ്റിക് തിയറി അനുസരിച്ച് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുമ്പോൾ അവയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അവയുടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിസ്റ്റിക് തിയറി. അപ്പോൾ ആസ് വെലോസിറ്റി ഇൻക്രീസസ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൾസോ ഇൻക്രീസസ്. പക്ഷെ ചാർജിൻ്റെ കേസിൽ അങ്ങനെ ഒരു റിലേറ്റിവിസ്റ്റിക് ചേഞ്ച് ഇല്ല എന്നതാണ് ചാർജിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുക. ദർ ഈസ് നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് വിത്ത് വെലോസിറ്റി ഓഫ് എ ബോഡി. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പഠിക്കുക. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ നേച്ചർ നമ്മൾ കണ്ടു. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യുന്നു. സോ ദർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ചാർജഡ് ബോഡീസ് അല്ലേ. അപ്പോൾ ഈ ചാർജസ് ബോഡീസ് തമ്മിൽ അങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടെങ്കിൽ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്തത് കുളുംബ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം കുളുംബ്സ് ലോ പ്രപ്പോസ് ചെയ്തു. കുളുംബ്സ് ലോയിൽ അദ്ദേഹം 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സംബന്ധിക്കുന്ന ഒരു ഇക്വേഷനാണ് തരുന്നത്. അപ്പം അതിനുവേണ്ടി പല എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു. പല ചാർജുള്ള ഒബ്ജക്റ്റുകളെ തമ്മിൽ അടുപ്പിച്ച് കൊണ്ടുവരികയും അവ തമ്മിലുള്ള ഫോഴ്സ് മെഷർ ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ ഈ ഒബ്ജക്റ്റുകളെ പല ഡിസ്റ്റൻസിൽ വെച്ച് അവ തമ്മിലുള്ള ഫോഴ്സ് മെഷർ ചെയ്തു. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ചെയ്തു നോക്കിയത്. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകളാണ് കുളുംബ്സ് ലോയിൽ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം ഇതാണ്, 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്
ഓരോ ഒബ്ജക്റ്റിൻ്റെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സും കൂടുന്നു. അതുപോലെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടും കണ്ടു. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുന്നതായിട്ടാണ് കാണുക, അടുത്തടുത്ത് വരുമ്പോൾ ഫോഴ്സ് കൂടുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒബ്സർവേഷൻ. അത് വെച്ചിട്ട് അദ്ദേഹം കുളുംബ്സ് ലോ പ്രപ്പോസ് ചെയ്തു. അപ്പം നമ്മൾ കുളുംബ്സ് ലോ എന്താണെന്ന് നോക്കാം. കുളുംബ്സ് ലോ അനുസരിച്ച് നമ്മൾ ദർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജസ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സാണ്, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷനാണ്. ഇനി അവ തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന് പ്രപ്പോർഷണലാണ്. അതായത് ചാർജിൻ്റെ അളവ് കൂടിയാൽ ഫോഴ്സ് കൂടുന്നു. ഇപ്പോൾ Q1 Q2 ആണ് രണ്ട് ഒബ്ജക്റ്റുകളുടെ ചാർജ് എങ്കിൽ Q1 കൂടിയാലും ഫോഴ്സ് കൂടും, Q2 കൂടിയാലും ഫോഴ്സ് കൂടും. സോ വി ക്യാൻ സേ ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2. ഇനി നമ്മൾ പറഞ്ഞു അടുത്തതായിട്ട് ഡിസ്റ്റൻസ് മാറുമ്പോൾ ഫോഴ്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുകയാണ്. അതുപോലെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലായിട്ടാണ് ഫോഴ്സ് വേരി ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസ് 2 ഇരട്ടിയാകുമ്പോൾ ഫോഴ്സ് 4/1 കുറയുന്നു, ഡിസ്റ്റൻസ് 3 ഇരട്ടിയാകുമ്പോൾ ഫോഴ്സ് 9/1 കുറയുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. So he concluded that force is directly proportional to 1/r² or inversely proportional to r². അപ്പോൾ അതുപോലെ തന്നെ ഈ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് എന്ന് പറയുന്നത് ചാർജസ് ഇരിക്കുന്ന മീഡിയത്തിൻ്റെ ഇലക്ട്രിക് പ്രോപ്പർട്ടീസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന മീഡിയത്തിൻ്റെ ഇലക്ട്രിക് പെർമിറ്റിവിറ്റി വാല്യൂ എത്രയാണോ അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പെർമിറ്റിവിറ്റി വാല്യൂ കൂടുന്തോറും ഫോഴ്സ് കുറയുകയാണ് ചെയ്യുക. എയറിലിരിക്കുമ്പോഴാണ് രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് ഏറ്റവും മാക്സിമം. അത് ഓയിലിലേക്കോ വാട്ടറിലേക്കോ ഒക്കെ വരുമ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സിൻ്റെ അളവ് കുറയുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ആ മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിന് 1/4πε എന്നുള്ള വാല്യൂ, ആ ഒരു കോൺസ്റ്റൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന്, അതായത് എപ്സിലോണിൻ്റെ വാല്യൂ കൂടുന്തോറും ഫോഴ്സ് കുറയുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ഫോഴ്സ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 ആൻഡ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². So we can write F is proportional to Q1 Q2 by r². ആ പ്രൊപ്പോർഷണൽ മാറ്റാനിടുന്ന കോൺസ്റ്റൻ്റ് ആണ് 1/4πε, where epsilon is the permittivity of the medium in which the charged bodies are placed. ആ എപ്സിലോണിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സിൻ്റെ വാല്യൂ എന്നുകൂടി ഓർക്കുക. അതായത് പെർമിറ്റിവിറ്റി വാല്യൂ കൂടുന്തോറും ഫോഴ്സിൻ്റെ വാല്യൂ കുറയുന്നു. So this is the equation for force according to Coulomb's law. ഇനി നമ്മൾ പറഞ്ഞൊരു മീഡിയത്തിലിരിക്കുമ്പോൾ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സാണ് 1/4πε Q1 Q2 by r². ഈ ചാർജസ് ഇരിക്കുന്നത് എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ ആ ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഏറ്റവും മാക്സിമം ആണ്. അപ്പോൾ അവിടെ നമ്മൾ എപ്സിലോണിന് പകരം ഈ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എയറിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി വാല്യൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി വാല്യൂ ε0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. അപ്പോൾ ഈ വാല്യൂ കൊടുത്ത് 1/4πε0യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 9 × 10⁻9 ആണ്. അപ്പോൾ ഫ്രീ സ്പേസിലാണോ ചാർജസ് ഇരിക്കുന്നതെങ്കിൽ അവയിലെ ഫോഴ്സ് കാണാൻ നമുക്ക് F = 9 × 10⁻9 Q1 Q2 by r² കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പല മീഡിയത്തിന് പല പെർമിറ്റിവിറ്റി വാല്യൂ ആണ്. നമ്മൾ കണ്ടു എയറിന് അല്ലെങ്കിൽ ഫ്രീ സ്പേസിനാണ് പെർമിറ്റിവിറ്റി വാല്യൂ ഏറ്റവും കൂടുതൽ 8.85 × 10⁻12, ഏറ്റവും കുറവ്. അപ്പോൾ ഇങ്ങനെ മറ്റ് മീഡിയങ്ങളുടെ പെർമിറ്റിവിറ്റി വാല്യൂവിനെ എയറിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി വാല്യൂവിനോട് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ
ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റേഷ്യോയ്ക്ക് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഓരോ മീഡിയത്തിനെയും നമുക്ക് ലോഗരിതം ടേബിളിലൊക്കെ കിട്ടും. അപ്പോൾ ആ വാല്യൂസ് അറിയാമെങ്കിൽ എയറിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ വാല്യൂ അറിയാം. അതുപയോഗിച്ച് നമുക്ക് ഏതൊരു മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റി വാല്യൂ കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അപ്പോൾ നിങ്ങളിവിടെ എപ്സിലോൺ 0യുടെ വാല്യൂ ഒന്ന് കാണാണ്ട് പഠിക്കണം. അതുപോലെ 1/4 എപ്സിലോൺ 0യുടെ വാല്യൂ കാണാതെ പഠിക്കുക. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒന്ന് അറിഞ്ഞിരിക്കുക. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിനുള്ള ഇക്വേഷനും അതുപോലെ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കാണാൻ ഉള്ള ഇക്വേഷൻ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0യും ഒക്കെ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ പഴയ ഇക്വേഷനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. അപ്പോൾ ഒരു മീഡിയത്തിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് 1/4 എപ്സിലോൺ 0 Q1 Q2 r² എന്ന് എഴുതാം. അതിൽ എപ്സിലോണിന് പകരം എപ്സിലോൺ ആർ എപ്സിലോൺ 0 എന്ന് കൊടുത്താൽ ഒരു മീഡിയത്തിൽ വയ്ക്കുമ്പോഴുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അതിൽ 1/4 എപ്സിലോൺ 0 Q1 Q2 r² എന്നുള്ളതിന് F0 എന്ന് എഴുതിയാൽ, എയറിലെ ഫോഴ്സ് എന്ന് എഴുതിയാൽ, ഒരു മീഡിയത്തിൽ വെക്കുമ്പോഴുള്ള ചാർജസ് തമ്മിലുള്ള ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എയറിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് ബൈ എപ്സിലോൺ ആർ എന്നും എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കുളുംബ്സ് ലോ. നമുക്ക് ഈ കുളുംബ്സ് ലോ വേർഡ്സിൽ എങ്ങനെ പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കാം. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 point ചാർജസ് varies directly with the product of their charges and inversely with the square of the distance between them. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഡെഫിനിഷൻ വായിച്ച് പഠിക്കണം, ഇക്വേഷനും പഠിക്കാം. നമ്മൾ കണ്ടു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കുളുംബ്സ് ലോ തരുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. അതുപോലെ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് നമുക്കറിയാം. ലൈക്ക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് റിപ്പൾസീവ് ആണ്, അൺലൈക്ക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഈ ഫോഴ്സിന് ആ ഒരു ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്താലേ അത് കുറച്ചുകൂടി ക്ലിയർ ആകുകയുള്ളൂ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഡയറക്ഷനോടെ സ്പെസിഫൈ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെക്റ്റർ നൊട്ടേഷനാണ്. അപ്പോൾ കുളുംബ്സ് ലോനെ നമുക്ക് വെക്റ്റർ ഫോമിൽ കൂടി എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 ഓബ്ജക്ട്സ് ചാർജസ് Q1 Q2 ഉള്ള 2 ഓബ്ജക്ട്സ് ഉണ്ട്. രണ്ടും ഒരേ ചാർജുള്ള ഒബ്ജക്റ്റുകളാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ Q1 Q2 രണ്ടും പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ Q1 എന്ന ചാർജിൽ Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കുളുംബ്സ് ലോ വെച്ച് കാണാം. ഇനി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, രണ്ടും ഒരേ ടൈപ്പ് ചാർജസ് ആണ്. അപ്പോൾ Q1ൽ Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് Q1നെ റിപ്പൽ ചെയ്യുന്ന വിധത്തിൽ ആയിരിക്കും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് F12 എന്നെഴുതാം. ഫോഴ്സ് ഓൺ Q1 ബൈ Q2 F12. ദ ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇനി നേരെ തിരിച്ച് Q2ൽ Q1 കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അതിന് നമുക്ക് F21 എന്നെഴുതാം. അപ്പോൾ ഇവിടെയും Q1 പോസിറ്റീവ് ചാർജ് ആണ്. അത് ഈ Q2നെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ദിസ് ഈസ് ടുവേർഡ്സ് റൈറ്റ് ആൻഡ് ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് ആരോ. അപ്പോൾ ഇതാണ് F21ൻ്റെ ഡയറക്ഷൻ. ഇതിന് കുളുംബ്സ് ലോ ഉപയോഗിച്ച് മാത്തമാറ്റിക്കലായിട്ട് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, അതാണ് നമ്മളിനി ചെയ്യാൻ പോവുക. അപ്പോൾ ആദ്യം നമ്മൾ F21നുള്ള ഇക്വേഷനാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. F21ൻ്റെ മാഗ്നിറ്റ്യൂഡ് കുളുംബ്സ് ലോ വെച്ച് എങ്ങനെ എഴുതാം? 1/4 എപ്സിലോൺ 0 Q1 Q2 r² എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു ഇനി അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു. Q2ൽ Q1 കൊടുക്കുന്ന ഫോഴ്സ് അത് റിപ്പൾസീവ് ആണ്, റൈറ്റ് സൈഡിലേക്കാണെന്നും. ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കൊണ്ട് ഗുണിച്ച് എഴുതിയാൽ നമുക്ക് ഫോഴ്സിനുള്ള ഇക്വേഷൻ വെക്റ്റർ ഫോമിലാവും.
അപ്പോൾ F21 ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് F21. അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ F21 എന്ന ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ഏതാണെന്ന് നോക്കാം. അത് നമുക്ക് പൊസിഷൻ വെക്റ്ററിൻ്റെ ടേംസിൽ ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് F21ൻ്റെ ഡയറക്ഷൻ. F21ൻ്റെ ഡയറക്ഷനിലുള്ള പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു വെക്റ്ററാണ് അല്ലേ. ആ വെക്റ്റർ എന്ന് പറയുന്നത് എങ്ങനെ ഡിനോട്ട് ചെയ്യും, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് Q1ൻ്റെ പൊസിഷൻ വെക്റ്റർ, ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കുക. Q1 എന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ഒറിജിനെ റെസ്പെക്റ്റ് ചെയ്ത് Q1ൻ്റെ പൊസിഷൻ പറയുന്ന വെക്റ്റർ, അതിൻ്റെ ഡയറക്ഷൻ ഇതാണ് R1. അതുപോലെ Q2വിൻ്റെ പൊസിഷൻ വെക്റ്റർ R2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1. നമ്മൾ വെക്റ്ററിൻ്റെ സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യുക, ഈ രണ്ട് വെക്റ്റേഴ്സും ഓപ്പോസിറ്റ് സൈഡ്സ് കംപ്ലീറ്റ് ചെയ്ത് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഈ ഡയഗണൽ, ഇത് ഓയിൽ നിന്ന് തുടങ്ങുന്ന ഡയഗണൽ എടുത്താൽ R1 പ്ലസ് R2 ആണ്. മറ്റേ ഡയഗണൽ എടുക്കണം. മറ്റേ ഡയഗണൽ എടുത്താൽ നമുക്ക് വെക്റ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. അപ്പോൾ R2 മൈനസ് R1ൻ്റെ ആ ഡിഫറൻസാണ് എടുക്കേണ്ടതെങ്കിൽ സെക്കൻഡ് വെക്റ്ററിൻ്റെ, അതായത് R1ൻ്റെ എൻഡിൽ നിന്ന് ഫസ്റ്റ് വെക്റ്ററിൻ്റെ എൻഡിലേക്കാണ് എൻ്റെ ഡയറക്ഷനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ R2 മൈനസ് R1 എന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനാണ് റൈറ്റിലേക്ക് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് R2 മൈനസ് R1 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് R21. അതുകൊണ്ടാണ് നമ്മളിവിടെ R21 സ്ക്വയർന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതിയത്. ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് R21. യൂണിറ്റ് വെക്റ്റർ കൊണ്ട് ഗുണിച്ചെഴുതണം ഡയറക്ഷൻ കാണിക്കാൻ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫോഴ്സ് ആക്ടിങ് ഓൺ ചാർജ് Q2 ബൈ Q1 ഇൻ വെക്റ്റർ ഫോം. ഇനി നേരെ തിരിച്ച് ഫോഴ്സ് ഓൺ Q1 ബൈ Q2, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു. Q2 Q1 റിപ്പിൾ ചെയ്ത് വിടുന്നു, അതുകൊണ്ട് ലെഫ്റ്റിലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സിനെ വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? വെക്റ്റർ ഫോമിൽ എഴുതാൻ വി ക്യാൻ റൈറ്റ് F12 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വെക്റ്റർ അല്ലേ. ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി R1 മൈനസ് R2 ഓർ R12. R12ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് R12 ക്യാപ് എന്ന് എഴുതിയിരിക്കാം. സോ ദ ഇക്വേഷൻ ഫോർ F12 ക്യാൻ ബി റിട്ടൺ ആസ് 1/4πε0 Q1 Q2 ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് F12 ഈക്വൽ ടു മൈനസ് F21 ആൻഡ് the forces are equal and opposite and it is in accordance with Newton's third law. Equations നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതായത് രണ്ട് ലൈക്ക് ചാർജസ് ആണ് നമ്മൾ കണ്ടത് തന്നെയാണ്. ലൈക്ക് ചാർജസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ Q1ൽ Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക്, ദാറ്റ് ഈസ് റിട്ടൺ ആസ് F12 ഈക്വൽ ടു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q1 Q2 ബൈ ഈ ഡിസ്റ്റൻസ് നമുക്ക് R സ്ക്വയർന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ R12 എന്ന് എഴുതാം. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല, മാഗ്നിറ്റ്യൂഡ് ആവുമ്പോൾ ഈ R12 എന്ന് എഴുതിയാലും R21 എന്ന് എഴുതിയാലും ഡിസ്റ്റൻസ് സെയിം ആണ്, അതുകൊണ്ട് R എന്ന് എഴുതിയാലും മതി, R സ്ക്വയർ ഇൻറ്റു. പക്ഷേ യൂണിറ്റ് വെക്റ്റർ എഴുതുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് R12. R12ൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക്, ഇങ്ങോട്ടാണ്. അതുപോലെ ഫോഴ്സ് ഓൺ Q2 ബൈ Q1 എന്തായിരിക്കും? F21 ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R2 ക്യാപ് എന്ന് എഴുതണം. R21 ക്യാപ്, അതിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്ക്. ഇനി ഇതിന് പകരം ഇവിടെ നമ്മൾ ലൈക്ക് ചാർജസിൻ്റെ ഫോഴ്സാണ് എഴുതിയത്, അതിന് പകരം
ഓപ്പോസിറ്റ് ചാർജസ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കാം. അതായത് Q1 പോസിറ്റീവും Q2 നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫോഴ്സ് ഓൺ Q1 ബൈ Q2, Q1ൽ Q2 കൊടുക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് Q1നെ Q2 എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ വെക്ടറായിട്ട് എങ്ങനെ എഴുതും? F12 ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R² ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് R21. റൈറ്റിലേക്കുള്ള യൂണിറ്റ് വെക്ടർ R21 ആണ്, അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറായിട്ട് എഴുതണം. അപ്പം നേരെ തിരിഞ്ഞു വരും. F12 ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R² ഇൻറ്റു R21 ക്യാപ്പ് എന്ന് വരും. അതുപോലെ F21ൻ്റെ വാല്യൂ 1/4πε0 Q1 Q2 ബൈ R² ഇൻറ്റു R12 ക്യാപ്പ് എന്ന് വരും. F21ൻ്റെ ഡയറക്ഷൻ Q2വിൽ Q1 കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q1 Q2വിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ താഴേക്കാണ്, ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ താഴേക്കുള്ള യൂണിറ്റ് വെക്ടർ R12 ആണ്. അപ്പോൾ F21ൻ്റെ വാല്യൂ ലൈക്ക് ചാർജസ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു R12 ക്യാപ്പ് എന്നാണ്. അതേസമയം F12ൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു R21 ക്യാപ്പ് എന്നും ആകും അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ. ലൈക്ക് ചാർജസ് ആണെങ്കിൽ F12 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു R12 ക്യാപ്പാണ്. സെയിം തന്നെയാണ്. F12 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു R12 ക്യാപ്പ്. F21 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു R21 ക്യാപ്പ്. ആ ഒരു ഇത് നോക്കി മനസ്സിലാക്കുക. ഡയറക്ഷൻ ഈ ഫിഗറിലും നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. You can see that in both cases F12 equal to minus F21. So Coulomb's law obeys Newton's third law എന്നുകൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ കൂടി ഒന്ന് നോക്കാം. ഒന്നിലധികം രണ്ടിലധികം ചാർജസ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഈ ചാർജസ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോഴ്സസ് ഉണ്ടാകും. അപ്പോൾ ഒരു ചാർജിൽ മാത്രം അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും, അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, വി ഹാവ് ചാർജസ് Q1 Q2 Q3 എക്സെട്ര. 3 ചാർജസ് ഉണ്ട്. ഇതിൽ Q1ൽ ആരൊക്കെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും? Q2 എക്സേർട്ട് ചെയ്യും, Q3 എക്സേർട്ട് ചെയ്യും. ഇവിടെ Q2 ചാർജ് Q1ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൺ Q1 ബൈ Q2, അതെന്താ? F12. Q2 Q1ൽ എല്ലാം പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കുക. അപ്പോൾ Q2 Q1ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ റിപ്പൾസീവ് ആണ്, ഇങ്ങോട്ട് വരും F12. അടുത്തതായിട്ട് Q1ൽ Q3 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇതും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ഫോഴ്സും റിപ്പൾസീവായിട്ട് ഇങ്ങനെ വരും, ഇതിൻ്റെ ഡയറക്ഷൻ F13. അപ്പോൾ Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ F12ഉം F13ഉം ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓഫ് Q1 കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? F12ൻ്റെയും F13യുടെയും വെക്റ്റർ സം എടുക്കണം. അപ്പോൾ അതിന് പാരലോഗ്രാം കംപ്ലീറ്റ് അതിൻ്റെ ഡയഗണലായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഈ F1 എന്നുള്ളതാണ് Q1ൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് F12 ആൻഡ് F13 ആൻഡ് ദ ഡയറക്ഷൻ ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ രണ്ടിലധികം ചാർജുള്ള ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ചാർജിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു അതർ ചാർജസ് ഈസ് ഗിവൺ ബൈ F1 ഈക്വൽ ടു F12 പ്ലസ് F13. ഇനി നാലാമതൊരു ചാർജ് ഉണ്ടെങ്കിൽ F14 പ്ലസ് അടുത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ F15. ഇങ്ങനെ എത്ര ചാർജസ് ഉണ്ടോ അത്രയും ചാർജസും ഇൻഡിവിജ്വലായിട്ട് Q1ൽ കൊടുക്കുന്ന ഫോഴ്സ് കണ്ടിട്ട് അവയുടെ വെക്റ്റർ സം എടുക്കുമ്പോഴാണ് നമുക്ക് ആ സിംഗിൾ ചാർജിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് കിട്ടുന്നത്. ദിസ് ഈസ് നോൺ ആസ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. നമുക്ക് n ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ദ ടോട്ടൽ ഫോഴ്സ് ഓൺ വൺ ഓഫ് ദ ചാർജ് Q1 ഡ്യൂ ടു ഓൾ അതർ ചാർജസ് ക്യാൻ ബി taken as the vector sum of forces F12, F13, F14, etc. F1n.
So you can write F1 equal to F12 plus F13 plus etc. F1n, and that is equal to F12 in the equation 1 by 4 pi epsilon 0 Q1 Q2 by R12 square into R12 cap. അതുപോലെ F13 equation 1 by 4 pi epsilon 0 Q1 Q3 by R13 square into R13 cap plus etc. nth ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് 1 by 4 pi epsilon 0 Q1 Qn by R1n square into R1n cap. ഇങ്ങനെ എഴുതാം. 1 by 4 pi epsilon 0 എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുത്തിട്ട് ഇങ്ങനെ എഴുതാം. ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് Q2, Q3, Q4 etc. Q1. And this principle is known as superposition principle. ഇനി നമുക്ക് കുളംബ്സിൽ വെച്ചുള്ള 1-2 പ്രോബ്ലംസോടെ നോക്കാം. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതുപോലുള്ള 1-2 ഹോംവർക്ക് തരും, അതും ചെയ്യും. What is the force between two small charged spheres having charges 2 into 10 raised to minus 7 coulomb and 3 into 10 raised to minus 7 coulomb placed 30 centimeter apart? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ 2 ചാർജസ് ഉണ്ട്. 2 into 10 raised to minus 7, അടുത്ത 3 into 10 raised to minus 7 coulomb. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് എന്തെന്നാണ്. ഇതെവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവ വാക്വത്തിലാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവ തമ്മിലുള്ള ഫോഴ്സ് കാണാനായിട്ട് നമുക്ക് കുളംബ്സ് ലോ യൂസ് ചെയ്യാം. കുളംബ്സ് ലോ അനുസരിച്ച് F equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. ഇനി എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ 1 by 4 pi epsilon 0യുടെ വാല്യൂ നിങ്ങൾക്കറിയാം, 9 into 10 raised to 9. ഇനി Q1ഉം Q2ഉം തന്നിരിക്കുന്ന ചാർജസ് എടുത്തെഴുതുക. Q1 2 into 10 raised to minus 7, Q2 3 into 10 raised to minus 7. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് 30 സെൻറ്റിമീറ്റർ അതിനെ മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F equal to 1 by 4 pi epsilon 0യുടെ വാല്യൂ 9 into 10 raised to 9 into Q1 into Q2 by R square. കാൽക്കുലേറ്റ് ചെയ്യുക. We'll get the force as 6 into 10 raised to minus 3 Newton. ഈ ക്വസ്റ്റ്യൻ മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 point charges 2 microcoulomb and 4 microcoulomb are placed in a medium of dielectric constant 80 at a distance of 3 centimeter apart. Find the force between them. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ 2 ചാർജസ് ഉണ്ട്. അവ 3 സെൻറ്റിമീറ്റർ അകലത്തിലിരിക്കുന്നു. ഇനി അവ വെച്ചിരിക്കുന്ന മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? കുളംബ്സ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1 by 4 pi epsilon Q1 Q2 by R square എന്നാണ്. ഈ എപ്സിലോൺ നമുക്കറിയില്ല, പക്ഷെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എപ്സിലോണിന് പകരം എപ്സിലോൺ 0 എപ്സിലോൺ R എന്ന് എഴുതാം. ഇപ്പോൾ 1 by 4 pi epsilon 0 Q1 Q2 by R square എയറിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സാണ്. അതിന് നമുക്ക് F0 എന്ന് എഴുതിയാൽ മീഡിയത്തിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് FM equal to F0 by ഈ എപ്സിലോൺ R മാത്രം ഡിനോമിനേറ്ററിൽ എഴുതാം. അങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് ആദ്യം F0 കണ്ടുപിടിക്കാം. F0 കാണാൻ നമുക്ക് Q1 ഉണ്ട്, Q2 ഉണ്ട്, R ഉണ്ട്. 1 by 4 pi epsilon 0യുടെ വാല്യൂ നമുക്കറിയാം, നമ്മൾ ഇത്തിരി മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ. അപ്പോൾ ആദ്യം F0 കാൽക്കുലേറ്റ് ചെയ്യാം. F0 equal to 9 into 10 raised to 9 Q1 into Q2 by R square. R 3 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇതിനെ മീറ്ററിലാക്കുമ്പോൾ 0.03 മീറ്റർ എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ F0 80 ന്യൂട്ടൺ എന്ന് കിട്ടും. F0 എന്ന് പറഞ്ഞാൽ എയറിലിരിക്കുമ്പോഴുള്ള ഫോഴ്സാണ്, ദറ്റ് ഈസ് 80 ന്യൂട്ടൺ. ഇനി മീഡിയത്തിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ എയറിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സിനെ എപ്സിലോൺ R കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മീഡിയം 80 എന്ന് തന്നിട്ടുണ്ട്, അതാണ് എപ്സിലോൺ R. അത് എടുത്തെഴുതുക. എന്നിട്ട് FM equal to F0 by epsilon R. F0 80 by epsilon R 80, so 80 by 80 1 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രോബ്ലംസ് വരാം. അതുപോലെ ഇനി ഫോഴ്സ് തന്നിട്ട് ചാർജും തന്നിട്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ്, ഒന്ന് കുളംബ്സ് ലോയ്ക്കുള്ള ഇക്വേഷൻ,
കുളംബ്സ് ലോയുടെ ഡെഫിനേഷനും ഇക്വേഷനും പഠിക്കണം. അതുപോലെ എയർ വെക്കുമ്പോഴുള്ള ഫോഴ്സും മീഡിയത്തിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ക്വാണ്ടൈസേഷൻ റൂള്, അത് വെച്ചുള്ള ചെറിയ പ്രോബ്ലംസ് അത് ടെക്സ്റ്റിലുണ്ട്. അത് കൂട്ട് 1-2 ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ ഇത്രയും മതി ഇന്ന്. താങ്ക് യു. കൺക്ലൂഡ് ചെയ്യാം.